തമിഴ്നാട് തിരുനെൽവേലിയിൽ മാലിന്യം നിക്ഷേപിച്ചതിൽ നടപടിയുമായി ഹൈക്കോടതി. റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. തദ്ദേശ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രത്യേക സിറ്റിംഗിലൂടെയാണ് വിഷയം പരിഗണിച്ചത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഈ മാലിന്യം നിക്ഷേപിച്ചതിൽ ഹൈക്കോടതിയുടെ ഇടപെടലെന്താണ്? വീണ, തമിഴ്നാട് തിരുനെൽവേലിയിൽ സംസ്ഥാനം ആശുപത്രി മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തി എടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഇത് പരിഗണിച്ചിരുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം, അങ്ങനെ സംസ്ഥാനമെമ്പാടുമുള്ള മാലിന്യ പ്രശ്നങ്ങൾ പ്രത്യേക ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശുപത്രി മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിലും പ്രത്യേക സിറ്റിംഗ് നടത്തി ഡിവിഷൻ ബെഞ്ച് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിലവിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് പ്രത്യേക സിറ്റിംഗ് നടത്തി ഇത്തരമൊരു നടപടി ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടക്കുക. നേരത്തെ ഈ തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ 4ഓളം പേർ അറസ്റ്റിലായിരുന്നു. സംസ്ഥാനം അത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ടായി, ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായി എന്നുള്ള ഒരു ആക്ഷേപവും നിലനിന്നിരുന്നു. എന്തായാലും തിരുനെൽവേലിയിലെ ആശുപത്രി മാലിന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളിയത്, അതും കരാർ കമ്പനി ഏത് വിധത്തിൽ ഇത്തരത്തിൽ ആശുപത്രി മാലിന്യം ശേഖരിച്ചു, വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, ഇതടക്കമുള്ള റിപ്പോർട്ടാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഇനി ഹൈക്കോടതിയിൽ നൽകേണ്ടത്. മറ്റൊരു കാര്യത്തിലും ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ എറണാകുളം പൊന്നുരുന്നിയില് അംഗൻവാടിയില് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. ഏകദേശം 12ഓളം കുഞ്ഞുങ്ങൾ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലും ഹൈക്കോടതി നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഈ കൊച്ചി പൊന്നുരുന്നി അംഗൻവാടിയിലെ ഭക്ഷ്യവിഷബാധയിൽ റിപ്പോർട്ട് നൽകേണ്ടത്. ഹൈക്കോടതി സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ 2 വിഷയത്തിലും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ജനുവരിയിൽ ഈ വിഷയങ്ങളിൽ 2ലും കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി പൊന്നുരുന്നിയിലെ ഭക്ഷ്യവിഷബാധ സംഭവത്തിലും തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിയും ഡിവിഷൻ ബെഞ്ച് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കണം. വീണ. ഓക്കെ, ശരി രേഷ്മ.